ഹേ ഗായ്സ്, ബാംഗ്ലൂർ ഡേ 1 ഞാൻ വന്നിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. എൻ്റെ ചുറ്റിനും ഫ്ലവേഴ്സാണ്. ലൈക്ക് അവിടെയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഫുള്ളി ഫ്ലവേഴ്സാണ്. കുറേയൊക്കെ ഫ്ലവേഴ്സൊക്കെ ഞാൻ കണ്ടു, ഇവിടെ കുറേ കണ്ടു ഗൈസ്. അപ്പോൾ ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ്. കാരണം ഞാൻ പൊതുവെ ബ്ലോഗ്സൊക്കെ കുറേ ലേറ്റായിട്ടാണ് എടുക്കാറുണ്ട്, ഇടാറില്ല, മടി കാരണമാണ് വീഡിയോസ് വരാത്ത. അവിടെയാന്ന് തോന്നുന്നു ഫ്രണ്ട് എക്സിറ്റ് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും എനിക്കിവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അമ്മ അവിടെ എവിടെയോ പോയിട്ടുണ്ട്, വരാമെന്നൊക്കെ പറഞ്ഞേ. ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി ഗൈസ്. ബാംഗ്ലൂർ ഓരോരോ കടയുണ്ട്. ഇവിടെ കുറേ ചെറിയ കടകൾ നോക്കി പോകണം. അവിടെയൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുമെന്നറിയില്ല. ഭയങ്കര റിച്ച് കടകളാണ് ഗൈസ്. എനിക്ക് ഞാൻ ഡ്രസ്സ് കിട്ടുമെന്നും അറിയില്ല. നൈറ്റ് ലൈഫ് ഇൻ മടിവാള. അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സിനെ എന്താ പറയുക, മടിവാള ഷോപ്പിംഗ് കൊണ്ടുപോകണം ഗൈസ്. ഇവിടെ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാർട്ട് 1 വല്ലോ ആയിരിക്കും, എനിക്കറിയില്ല. എപ്പോൾ എഡിറ്റ് ചെയ്തിടും പാർട്ട് 2 വല്ലോ. ഞാനിന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. സെക്കൻഡ് ഡേ എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്ത് എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബൈ ബൈ ഗൈസ്. അപ്പോൾ ബാക്കി വ്ളോഗ് ചെയ്ത് വരുന്നതാണ്, കാണാം. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ഞാൻ സെക്കൻഡ് ഡേ ബാംഗ്ലൂരിലാണ്, മടിവാളയിൽ. അപ്പോൾ ഇവിടെ ഒരു ഹൗസ് വാമിങ്ങിനാണ് ഞാൻ ആക്ച്വലി വന്നത്. അപ്പോൾ ഇത് നമ്മൾ മീഷോന്ന് പുതിയ വാങ്ങിയതല്ല. അപ്പോൾ ഇതാണ് ഡെക്കറേഷൻസ്, കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഔട്ട്ഫിറ്റേ ഇതല്ല. ഞാൻ വന്നിട്ട് പുറത്ത് പോകുമ്പോൾ വേറൊന്ന് എന്താ പറയുക, സ്റ്റുഡിയോന്ന് മേടിച്ച് വെച്ചത് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഓൾറെഡി സ്റ്റുഡിയോന്ന് മേടിച്ചതായതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോകണം. പാർക്ക്, ബുൾ ടെമ്പിൾ, അങ്ങനെ 2-3 സ്ഥലങ്ങൾ എനിക്ക് പോകണമെന്നുണ്ട്. കുറച്ച് സ്ഥലങ്ങൾ പോകണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് മഴ പെയ്തുകൊണ്ട് ഫുൾ റെയിനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്ക് പോകണമെന്നുണ്ട് 2-3 സ്ഥലങ്ങൾ. അപ്പോൾ ഒന്ന് ബുൾ ടെമ്പിൾ, പാർക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. ഇവിടെ മഴ പെയ്തുകൊണ്ട് ഒരു ലൈറ്റില്ല ഗൈസ്. പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണമെന്നുണ്ട്. ബുൾ ടെമ്പിൾ, പാർക്ക്, പിന്നെ ഷോപ്പിങ്ങിന് മെയിനായിട്ട്. ഇന്നലെ ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി വയ്യാതായി, കാലൊക്കെ വേദനിച്ചു. മര്യാദയ്ക്ക് എനിക്ക് ഷോപ്പിങ്ങേ ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് എനിക്ക് ചിക്പേട്ട് മാർക്കറ്റ്, മാൾ എന്തായാലും പോകണമെന്നുണ്ട്. ഒരു 4 പ്ലേസ്. ടെമ്പിൾ പോകാൻ പറ്റിയേ പോകും. അപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് അറിയില്ല, ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ കൂടലാണ്. അപ്പോൾ ഇതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാണാം. ഹേ ഗായ്സ്, ഇന്ന് എന്താ പറയുക, ഞാൻ കബോൺ പാർക്കിൽ വന്നേക്കാണ്. ഇവിടെ നല്ല വൈബാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കുന്നേ ഉള്ളൂ. മഴ പെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇരിക്കാനൊന്നും പറ്റത്തില്ല. നല്ല വൈബാണ് ഇവിടെ. ഇങ്ങനെ ഗൈസ് നല്ല രസമുണ്ട് ഗൈസ്. ഞാനും ഇവിടെ വന്ന് ട്രൈ ചെയ്താണ് പുതിയൊരു ഹെയർ സ്റ്റൈൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വരാനും ചുമ്മാ വൈബല്ലേ ഗൈസ്. ഇങ്ങനെ ഒരു പണിയും ഇല്ലാതെ, ഇതെൻ്റെ ഹെയർ ബാൻഡ് പോലെ ഉണ്ട് ഗൈസ്. ഒരു പണിയില്ലാതെ കബൂൺ പാർക്കിൽ വന്ന് ഇങ്ങനെ തെരാ പര നടക്കുകയാണ് ഗൈസ്. രസമുണ്ട്. മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. ചുമ്മാ ഒരു പാർക്കാണ്, വലുതൊന്നുമില്ല. നമുക്ക് നടക്കാം. ഫുൾ ഗ്രീനറി, തണുപ്പൊക്കെ ആയതുകൊണ്ട് സെറ്റാവും. ഞാൻ പക്ഷേങ്കിൽ ഒരു ഷർട്ട് ഒരു കൈ കരുതിയില്ല. ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ബാംഗ്ലൂർ. ഞാനിപ്പോൾ ഉള്ളത് കബൂൺ പാർക്കിലാണ്. തണുത്ത് ഒരുമാതിരിയാണ് ഗൈസ് പാർക്ക് കാണാനായിട്ട്. തണുപ്പുണ്ട്. ഇവിടെ ഏതൊക്കെ ഫ്ലവറൊക്കെ താഴെ വീണ് കിടപ്പുണ്ട്. മഴയൊക്കെ പെയ്തതിന് ശേഷം വന്നതുകൊണ്ട് ഒരുമാതിരി തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ ആ നാട്ടിലെ മരങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. കയ്യിലൊരു കോളാമ്പി ഫ്ലവറൊക്കെ കിട്ടി. ഞാനിത് ഇങ്ങനെ വെച്ചൊക്കെ നോക്കി. നല്ല രസമുണ്ട് ഗൈസ്. നാട്ടിലെ ഓർമ്മകളൊക്കെ എനിക്ക് പതിയെ അവിടെ നടന്നപ്പോൾ വന്നു ഗൈസ് കാണാനായിട്ട്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ഒന്നും കിട്ടാത്തതിൻ്റെ വിഷമം ഞാൻ അടുത്ത ചിക്പേട്ട് മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്ത് ആ ഒരു സന്തോഷം വീണ്ടെടുക്കാൻ പോവാണ്. ഞങ്ങൾ
ചിക്കിപ്പേട്ട് മാർക്കറ്റിൽ വന്ന് ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ വന്നേ. ഡ്രസ്സ് കുറേ ഷോപ്പ് ചെയ്ത് എത്രയാണോ അറിയോ. കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതെന്തായാലും ചെക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ നിറയെ വാങ്ങി. ഞാൻ കുർത്ത സെറ്റ് ഞാൻ വാങ്ങിയതൊക്കെ കാണിക്കുന്നുണ്ട് ഒരു വീഡിയോയിൽ. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു. കുർത്ത സെറ്റ് ഇവിടെ വന്നിട്ട് കുർത്ത സെറ്റ് മേടിച്ചു. പിന്നെ കുർത്ത സെറ്റ് അല്ലാതെ എല്ലാം മെറ്റീരിയൽ ഒക്കെ, ചുരിദാർ മെറ്റീരിയൽ, പിന്നെ ജീൻസ് മേടിച്ചു ഗൈസ്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ ജീൻസ് മേടിച്ചു. പിന്നെ ഒരു സെറ്റ് ഷർട്ട്, ഒരു സാറേൻ്റെ 200, ജീൻസ് 500 മേടിച്ചു. ബ്രാൻഡ് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ചെക്ക്പേട്ടിൽ പോയി, ചിക്കിപ്പേട്ടിൽ പോയി, എല്ലാം പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഒരു വഴിയായി ഗൈസ്. ബാംഗ്ലൂരിലെ ലാസ്റ്റ് രാത്രിയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് ഈ പാർട്ട് 2 ആണൊന്നും എനിക്കറിയില്ല. അപ്പോൾ ബൈ ബൈ ഫ്രം സേവേഷൻ. അപ്പോൾ ബാംഗ്ലൂരിലെ ലാസ്റ്റ് രാത്രി ഭയങ്കര തണുപ്പുള്ള രാത്രിയാണ് ഗൈസ്. അപ്പോൾ ഡേ 3 ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂർ വിട്ട് ചെന്നൈക്ക് പോവുകയാണ്. സോ നല്ല വിഷമമുണ്ട്. 2 ദിവസം ഇന്നൊന്നും കറങ്ങാൻ പറ്റിയില്ല. പോവാണ്. ഇപ്പോൾ ട്രെയിനിൽ ഡബിൾ ഡെക്കർ ട്രെയിനാണ്. സോ നമുക്കത് എന്തായാലും എക്സ്പ്ലോർ ഗൈസ്. നമ്മൾ ട്രെയിൻ കയറി. ഡബിൾ ഡെക്കറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ഡെക്കറിൽ യാത്ര ചെയ്യാം ഗൈസ്. അടിപൊളിയായിരിക്കും. ഈ ലോങ് വീഡിയോ ഞാൻ കുറച്ചാണ് ഞാൻ എടുത്തത്. ഷോർട്ടാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ ലോങ് കുറേ നാൾക്ക് ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുറേയൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ലോങ് വീഡിയോ എത്ര ഇടണം എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഡബിൾ ഡെക്കറിൽ ഞാൻ ട്രെയിൻ ആസ്വദിച്ച് യാത്ര ചെയ്യുവാണ്. അതും നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ ഉറപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റു. എന്നിട്ട് ഞാനും അമ്മയും സൂപ്പ് കുടിച്ചു. ഇതാ കണ്ടില്ലേ, സൂപ്പും കുടിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ കാട്ട്പാടിയെത്തി ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ യാത്രാ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും അടുത്തൊരു യാത്രാ വ്ളോഗായിട്ട് കാണാം. ഷോർട്സൊക്കെ ഞാൻ ഇടുന്നതാണ്, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. ചെന്നൈ എത്താറായി. വരുമ്പോൾ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇപ്പോൾ 7:17 നമ്മളിപ്പോൾ 7:30 ആകുമ്പോൾ എത്തുവാൻ ഒക്കെ കാരണം നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്.